ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം പ്രാർത്ഥനയോടെ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം സങ്കീർത്തനം 92 വാക്യം 12. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ച 92-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം ഒരു ഉപമയാണ്. ഒരു നീതിമാൻ അഥവാ ഒരു വിശ്വാസി എങ്ങനെ ആത്മീയമായി അതുപോലെ തന്നെ ഭൗതികമായി വളരും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വാക്യത്തിലൂടെ നാം ധ്യാനിക്കുന്നത്. ഒന്നാമതായി, പന മരുഭൂമിയിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. വിശ്വാസിക്ക് ലോകം ഒരു മരുഭൂമി പോലെയാണ്. അറേബ്യയിലെ മരുഭൂമിയിൽ പന എന്ന പോലെ സത്യവിശ്വാസി ഏത് സാഹചര്യത്തിലും ഉന്മേഷവാനായി വസിക്കുവാനിടയാവും. രണ്ടാമതായി, പന മണലിൽ നിന്ന് വളരുന്നുവെങ്കിലും മണൽ അതിൻ്റെ ആഹാരമല്ല. താഴെ നിന്നുള്ള അഥവാ ആഴത്തിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത് അത് വളരുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നാം ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ആ അദൃശ്യ ശക്തി, അതാണ് നമ്മുടെ വളർച്ചയുടെ രഹസ്യമായിരിക്കുന്നത്. മൂന്നാമതായി, കട്ടിയുള്ള ഇല, ഛേദോഹരങ്ങളായ ആകർഷകമായ ഇല അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. മറ്റുള്ളവരുടെ മധ്യേ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയായിരിക്കുക. താമരയെക്കുറിച്ച് യേശു സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അതിനെ നാം നിരൂപിക്കുമ്പോൾ അത് നിൽക്കുന്നത് ചെളിക്കുണ്ടിലാണ്, പക്ഷേ അത് എല്ലാവരെയും ആകർഷിക്കുന്നു. പനയും അതുപോലെയാണ്. അതിൻ്റെ ഇലകൾ വളരെ കട്ടിയുള്ള ഇലകളായിരിക്കുകയും മറ്റു വൃക്ഷങ്ങളെക്കാൾ അത് മറ്റുള്ളവരെ അതിൻ്റെ ഇല ആകർഷിക്കുകയും ചെയ്യാറുണ്ട്. നാലാമതായി, പന വളരെ ഉപയോഗമുള്ളതാണ്. പണ്ടൊക്കെ പനയുള്ള ഇടങ്ങൾ തേടിയാണ് വീടിന് സ്ഥാനം കണ്ടിരുന്നത്. കാരണം പന വളരുന്ന ഇടങ്ങളിൽ വെള്ളമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. പനയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് വെള്ളം കണ്ടെത്തുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയും അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ നാം ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കൃപയിൽ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം. ഈ പന ജലം കാണിച്ചു കൊടുക്കുന്നത് പോലെ നാം ജീവൻ്റെ ജലമായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നു. അതുപോലെ പന ക്ഷീണിച്ച മനുഷ്യന് അതിൻ്റെ നീര് ഉന്മേഷം നൽകുന്നത് പോലെ ക്രിസ്തു വിശ്വാസി മറ്റുള്ളവർക്ക് ക്രിസ്തുവിലൂടെയുള്ള ആശ്വാസം നൽകുന്നവരാണ്. ഈ പന ദീർഘായുസിനെയും കുറിക്കുന്നുണ്ട്. പന 30 വർഷം മുതൽ 100 വർഷം വരെ ഫലം കായ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതെ, ഇതേ സങ്കീർത്തനത്തിൽ അഥവാ 92-ാം സങ്കീർത്തനത്തിൽ 14-ാം വാക്യത്തിൽ അത് തന്നെ സൂചിപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. അതേ പ്രിയമുള്ളവരെ,
92-ാം സങ്കീർത്തനത്തിൽ നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെയാണ് ഇവിടെ നീതിമാനായി, ദൈവപൈതലായി തഴയ്ക്കുന്ന, നാം ചിന്തിച്ച പ്രകാരമൊക്കെ വളരുന്ന, മറ്റുള്ളവരെ വളർത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയാണ് നീതിമാൻ അഥവാ വിശ്വാസി. അപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.